സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ, അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവരാകുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഭവനങ്ങളിലും അകലങ്ങളിലുമായി നാം ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്നു. ഭവനങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ഈ ആരാധനയ്ക്ക് വേണ്ടി ആരാധനയിൽ പങ്കുചേരാനായി ഒരുങ്ങാം. വേദപുസ്തകവും പാട്ടുപുസ്തകവും കരങ്ങളിലെടുത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ആരാധനയ്ക്ക് പ്രാർത്ഥനയോടെ പങ്കുചേരാം. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയുമാകുന്നു. അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറഞ്ഞിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുകയും ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ദൈവം ഇന്നത്തെ ഈ വിശുദ്ധാരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഇന്ന് വചനം സംസാരിക്കുന്ന അച്ഛനെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ ഓരോ ഭാഗങ്ങളിലും തിരുസാന്നിധ്യം പകർന്ന് ഞങ്ങൾ വഴി നടത്തണം. യേശുവിൻ ധന്യനാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്ക് മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 3-ാം ഗീതം. They
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിത്താനികൾ 5-ാം പുറം 3-ാം ഭാഗം. സ്തുതിലിത്താനികൾ 5-ാം പുറം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ഭാവികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിൽ 10-ാം പുറത്ത് കാണുന്ന രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഒരുവൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുവാനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നൽകി ഓരോ നിമിഷവും നമ്മെ നയിക്കുമാറാകട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മൾ 2-ാം സങ്കീർത്തനം ഒരുമിച്ച് ചൊല്ലാം. സങ്കീർത്തനം 2 നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവൻ്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞുകളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എൻ്റെ
എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ ചെയ്തു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ക്ഷണം പ്രാപിക്കുന്നവരാരും ഭാഗ്യവാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദികളിപ്പോഴും നീ പ്രകാരം തന്നെ. ആമേൻ. നിൽക്കവേ തന്നെ സുവിശേഷം ഇപ്പോൾ വായിച്ചു കേൾക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനം ഇപ്പോൾ ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരമുള്ളതായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു, എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാൾ കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പരിശുദ്ധ വചനത്താൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം ഉറപ്പോടുകൂടെ പ്രത്യാശയോടുകൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം 22-ാം ഭാഗം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പീലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഈ ആലയത്തിലും അതുപോലെ വിവിധയിടങ്ങളിലുമായി നടക്കുന്ന ആരാധനകളിൽ പ്രാർത്ഥനകളിൽ ദൈവസാന്നിധ്യം യഥാർത്ഥമായി ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നുവരെയും ദൈവം നമ്മെയും നമ്മുടെ ദേശത്തെയും ദൈവം ഈ ദേശത്തുള്ള കുടുംബങ്ങളെയും യാതൊരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും അത്ഭുതകരമായി കാത്തു പരിപാലിച്ച് ഇത്രത്തോളം ദൈവം നടത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം വീണ്ടും പകർച്ചവ്യാധികൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ കെടുതികളിൽ നിന്നും നമ്മുടെ ദേശത്തെ ദൈവം സംരക്ഷിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. പരനേ നിൻ തിരുമുൻപിൽ വരുന്നോരീ സമയേ ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന
ശാന്തവും അനുഗ്രഹമായ ഈ വിശുദ്ധ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം ദൈവമേ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ, അങ്ങേ ആരാധിച്ച് മുഖത്തപ്പെടുത്തുവാൻ നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. ദൈവമേ ഈ ആലയത്തിനുള്ളിലായിരുന്നു കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുമ്പോൾ, മുഖത്തപ്പെടുത്തുമ്പോൾ ദൈവമേ അവിടുത്തെ കൃപാവരങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ സ്വർഗത്തോളം എത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കുകയാൽ നന്ദിയോടെ വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിലുള്ള ആരാധന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുവാൻ ഞങ്ങൾ സഹായിക്കുമാറാകണം. കർത്താവേ, ഈ ദേശത്തോട് അവിടുന്ന് ഇത്രത്തോളം മനസ്സലിവ് കാണിച്ചിരിക്കുകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദേശത്തിലെ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഇത്രത്തോളം അങ്ങ് ദൈവമേ അത്ഭുതകരമായി കാത്ത് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. പകർച്ചവ്യാധികളിൽ നിന്നൊക്കെയും അവിടുന്ന് വീണ്ടും അത്ഭുതകരമായി കുടുംബങ്ങളെ സംരക്ഷിക്കണമേ, വ്യക്തികളെ അത്ഭുതകരമായി വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ രോഗത്തെക്കുറിച്ചോർത്ത്, ദൈവമേ രോഗത്തിൻ്റെ കാഠിന്യമായ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്ന, അതിനെക്കുറിച്ച് ചിന്തിച്ച് കലങ്ങുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനോവിഷമങ്ങൾ, ഭാരങ്ങൾ, ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാ കലക്കങ്ങളെയും ഒന്ന് മാറ്റുമാറാകണമേ. ആശ്വാസപ്രദനായ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം അവിടെ നയിക്കുമാറാകണം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന വചനത്തിലൂടെ പഠിപ്പിക്കുന്നുവല്ലോ. വചനം അയച്ച് ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്നുണ്ടല്ലോ. കർത്താവേ, ഈ നാളുകളിൽ രോഗത്താൽ ഭാരപ്പെടുന്ന, ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ദൈവമേ അസ്വസ്ഥത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെയോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സൗഖ്യവും അനുഗ്രഹവും അങ്ങ് പകരുമാറാകണമേ. ആവശ്യമായിരിക്കുന്ന എല്ലാവിധമായ നന്മകളാലും നിറച്ച് ഓരോ കുടുംബങ്ങളെയും പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക സാമ്പത്തികമായി ഞെരുങ്ങുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അനുഗ്രഹങ്ങൾ മതിയാവോളം അങ്ങ് പകർന്ന് നൽകണമേ. ദൈവമേ, ഞങ്ങൾ ഈ നാളുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദേശത്തിനായി, ഞങ്ങളുടെ കർത്താവേ കേരള സംസ്ഥാനത്തിനായി, ഭാരതത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവമേ ഭവനങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവമേ മറ്റ് വ്യത്യസ്തമായ ഇടങ്ങളിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുന്ന, ഈ ആരാധനയിൽ പങ്കുചേരുന്ന, ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവമേ പങ്കുചേർന്നിരിക്കുന്ന പ്രിയമക്കളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും, എല്ലാ രോഗത്തിൻ്റെ കർത്താവേ പ്രയാസങ്ങളെയും മാറ്റി വലിയൊരു സമാധാനം, വലിയൊരു ആശ്വാസം അവിടുന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരം ഈ നാളുകളിൽ പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ അത്ഭുത സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദേശത്തെ ഇത്രത്തോളം കരുതിയിരിക്കാൻ സ്തോത്രം. ഒരിക്കൽ കൂടെ ദൈവമേ അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് വചന പ്രഭാഷണം നൽകുവാൻ തക്കവണ്ണം അച്ഛനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണം. അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ താങ്ങിക്കൊള്ളണമേ. അതുപോലെ ദൈവമേ, ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും തിരുകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ ധന്യനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദൃഷ്ടിയിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നീക്കൊള്ളുന്നല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയരെ, പകർച്ചവ്യാധിയുടെയും ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാണ് ഇന്ന് നമുക്ക് പ്രകാരം ഈ ആരാധനയിൽ ആയിരിക്കുവാൻ ദൈവം അവസരം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. നിയന്ത്രണങ്ങൾ മാറിയിട്ടില്ല. വീണ്ടും ജൂൺ 9 വരെ ലോക്ക്ഡൗൺ നിലനിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ആഴ്ചയും ഈ ക്രമീകരണത്തിൽ മാത്രമേ ആരാധന നിർവഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ചുരുക്കം പേരായി ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എത്രയും വേഗം ഈ പ്രതിസന്ധികൾ മാറി നമുക്കെല്ലാവർക്കും ആലയത്തിൽ കൂടി ഒന്ന് ദൈവത്തെ ആരാധിക്കുവാനും മുഖപ്പെടുത്തുവാനും ഉള്ള സാഹചര്യം ദൈവം ഒരുക്കുന്നതിന് വേണ്ടി നാം തുടർന്ന്
സഹവിശ്വാസികളെയും സഭയെയും ശുശ്രൂഷകളെയും എല്ലാ ആവശ്യങ്ങളെയും ദൈവ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരോടും ആലോചന പറയുകയാണ്. പ്രത്യേകമായ ഒരു കാര്യം അറിയിക്കുവാനുള്ളത്, മുൻ സഭാ കമ്മിറ്റിയുടെ കാലാവധി ഏപ്രിൽ 30 സമാപിക്കുകയുണ്ടായി. അതിനുശേഷം ഈ കോവിഡ് നിയന്ത്രണവും മറ്റ് സാങ്കേതിക കാരണങ്ങൾ കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണം നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മെയ് 1 മുതൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അഭിയമ്യ ബിഷപ്പ് തിരുമേനി നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ സെക്രട്ടറിയായി ശ്രീ സുരേഷ് കുമാർ കരയ്ക്കാട്, അക്കൗണ്ടൻ്റായി ശ്രീമതി ജയന്തി റോഡ്വ്യൂ, മറ്റ് കമ്മിറ്റി അംഗങ്ങളായി ശ്രീമതി സുജാത എഫ് പൈതൃകം, ശ്രീ ഷൈൻലാൽ SR ഹോം, ശ്രീ ജ്ഞാനശീലൻ കളീക്കൽ, വിൻസ്ലാൽ ബഥേൽ, ശ്രീമതി ആനി മിക ആത്മധ, ലീലാബായി അരത്തച്ചൻവ, വിജില റാണി തേരുമൻവിള, ബിജു തെക്കേക്കാക്കറവിള എന്നിവരെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അവർ ഈ മാസം ചുമതല ഏറ്റെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകളും നേതൃത്വവും ഈ സഭയുടെ തുടർന്നുള്ള വളർച്ചയ്ക്കും അനുഗ്രഹത്തിനും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സഭയിലെ എല്ലാ വിശ്വാസികളുടെയും പേരിൽ അവർക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ആരാധന ശേഷം കമ്മിറ്റി യോഗം ഉണ്ടായിരിക്കും. കമ്മിറ്റി അംഗങ്ങൾ അതിൽ സഹകരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാസവരി കവറുകളും ജന്മനാൾ കവറുകളും ഈ വരുന്ന നാളുകളിൽ കമ്മിറ്റി അംഗങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. ആലയത്തിൽ വന്ന് സമർപ്പിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത് കരുതിയിട്ടുള്ളവർ കമ്മിറ്റി അംഗങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ പക്കൽ നൽകിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ മിഷണറി ഫണ്ടിൻ്റെയും പൂവർ ഫണ്ടിൻ്റെയും കവറുകൾ ഉണ്ട്. അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള തുകയും കമ്മിറ്റി അംഗങ്ങളെ ഏൽപ്പിച്ചാൽ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് ചെയ്യുവാനായിട്ട് അനുഗ്രഹകരമായി തീരും. ഈ കാര്യങ്ങളിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ മറ്റ് ഈപ്പുകളില്ല. ഇപ്പോൾ നമ്മുടെ മധ്യയായിരിക്കുന്ന സ്നേഹമുള്ള അച്ഛൻ ദൈവവചന പ്രഭാഷണം നിർവഹിക്കുന്നതായിരിക്കും. വാവ വിശുദ്ധാത്മ എന്നെഞ്ചകത്തിൽ എന്ന് തുടങ്ങുന്ന ഗീതം നമുക്കേവർക്കും എഴുന്നേറ്റ് നിന്ന് ആലപിക്കാം. 66-ാമത്തെ ഗീതം. Wow.
വിശുദ്ധാത്മാ എന്നും ജഗത്തിൽ വാവ വിശുദ്ധാത്മാ ദൈവസ്നേഹം ഭയവും കൂടെ കൊണ്ടേരും വീടാനും ദൈവസ്നേഹം ഭയവും കൂടെ കൊണ്ടേരും വീടാനും സർവകാലവും ജപതൽപരനായിടാനും വാവ വിശുദ്ധാത്മാ എന്നും ജഗത്തിൽ വാവ വിശുദ്ധാത്മാ പല വരദാനങ്ങൾ നീ പണ്ടപേക്ഷിച്ചവർക്കും പല വരദാനങ്ങൾ നീ പണ്ടപേക്ഷിച്ചവർക്കും വിനയായി നൽകിയതും നിമിത്തം യാചിച്ചിടും നീ വാവ വിശുദ്ധാത്മാ എന്നും ജഗത്തിൽ വാവ വിശുദ്ധാത്മാ എന്നുള്ളം ശുദ്ധമാക്കി എന്നും വസിച്ചിടുവാൻ എന്നുള്ളം ശുദ്ധമാക്കി എന്നും വസിച്ചിടുവാൻ എന്നീശു ചൊന്ന പോലെ എഴുന്നരുളേണം സ്വാമി വാവ വിശുദ്ധാത്മാ എന്നും ജഗത്തിൽ വാവ വിശുദ്ധാത്മാ പ്രാർത്ഥിക്കാം. പിതാപുത്ര പരിശുദ്ധാത്മാവാം ദൈവമായി ഞങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തെ രക്ഷയുടെ അനുഭവത്തിലേക്കും സന്തോഷത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവെ, തൃത്വനായറായി സഭ ആചരിക്കുന്ന ഈ ദിനത്തിൽ ആ തൃത്വ ദൈവത്തിൻ്റെ മഹത്വത്തെയും ശക്തിയെയും ഒരിക്കൽ കൂടെ ചിന്തിക്കാനും ധ്യാനിക്കാനും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകിയിരിക്കുന്ന ഈ വിലയേറിയ സന്ദർഭത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചനത്തെ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണം. അതിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയമായ ചിന്തയും ദർശനവും നൽകി സ്വർഗീയമായ കൃപ കൊണ്ട് നിറച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം. അത് ഞങ്ങൾക്ക് ഏറെ ഫലകരമായി തീരുവാൻ അന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കുന്ന അടിയനെ അവിടെ നിന്ന് ബലപ്പെടുത്തണം. ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ഇരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്നേഹവന്ദനം. സെൻ്റ് അഗസ്റ്റിൻ ഒരിക്കൽ കടൽ തീരത്തൂടെ നടക്കുമ്പോൾ ഒരു കൊച്ചു ബാലനെ ശ്രദ്ധിക്കാനായിട്ടിടയായി. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ആ ബാലൻ തീരത്തിലെ മണലിൽ കുഴിയുണ്ടാക്കി കടൽ വെള്ളം കോരി ഈ കുഴിയിലേക്ക് ഒഴിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ബാലൻ്റെ അടുക്കൽ പോയി, നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴവൻ പറഞ്ഞു, ഞാൻ ഈ കടൽ വറ്റിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുകയാണ്. നമുക്കറിയാം, ഒരിക്കലും സാധിക്കാത്ത ആഗ്രഹം. എങ്കിലും ആ കുട്ടി അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പം അതുപോലെയാണ് നാം ദൈവത്തെ മനസ്സിലാക്കാനും ദൈവത്തെ അറിയാനും ഉള്ള നമ്മുടെ പരിശ്രമം. മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും ഒതുങ്ങുന്നവനല്ല ദൈവം എന്നതാണ്. എങ്കിലും ദൈവം നമുക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്ന അനുഭവങ്ങളിലൂടെ ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവിക നന്മ അനുഭവിക്കുവാനും ഉള്ള കൃപ യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുകയാണ്. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തെ
ത്രിയേകൻ എന്നാണ്, ത്രിയേക ദൈവം എന്നാണ് ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് സഭ തൃത്വ ഞായറായി ആചരിക്കുന്ന ദിനമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് എത്രത്തോളം ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും ദൈവിക പ്രവൃത്തി ഗ്രഹിക്കാനും കഴിയും എന്ന ചിന്തയാണ് അതിലൂടെ തിരുവചനം നമുക്ക് നൽകുന്നത്. തൃത്വം അഥവാ ത്രിയേകം, മൂന്ന് എന്ന അവസ്ഥ, അതിനെ കുറിക്കുന്നതിനായി ട്രയാസ് എന്ന ഗ്രീക്ക് പദം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ചത് അന്ത്യോക്യയിലെ തിയോഫിലോസ് എന്ന സഭാപിതാവാണ്, 2-ാം നൂറ്റാണ്ടിൽ. അതിനുശേഷം തെർത്തുല്യൻ, അത്താനാഷ്യോസ്, അഗസ്റ്റിൻ തുടങ്ങിയ സഭാപിതാക്കന്മാരെല്ലാം ഈ തൃത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് അവർക്ക് നൽകിയ ദർശനങ്ങളെ തിരുസഭയെ പഠിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ സഭ ഉൾക്കൊണ്ട വിശ്വാസം 4 പ്രത്യേക ചിന്തകൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്ന്, ദൈവം ഏകനാണ്. 2, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. 3, മൂന്നാളത്തുകളിലും വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നാണ്. ആ ആത്മാവാണ് ദൈവം എന്നതാണ്. 4-ാമത്തെ ചിന്ത വിഭജിക്കാനാകാത്ത ഏകത്വമാണ്, അൺഡിവൈഡഡ് ട്രിനിറ്റി എന്നാണ് അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പ്രസ്താവിച്ചിരിക്കുന്നത്. നാം ബൈബിൾ പഠിക്കുമ്പോൾ എല്ലാ ദൈവിക പ്രവർത്തനങ്ങളിലും മൂന്നാളത്തുകളും ഒരുമിച്ച് സംഗമിക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ദൈവവചനം തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. നാം സൃഷ്ടിയിൽ നോക്കുമ്പോൾ ഇന്നത്തേക്കുള്ള പഴയ നിയമ പാഠഭാഗം ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. അതിൻ്റെ 26-ാം വാക്യത്തിൽ അനന്തരം നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് ദൈവം കൽപ്പിക്കുന്നത് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ, അവിടെ ഒരു ബഹുവചനത്തിലാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നുള്ളത് അതിൻ്റെ 3-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. നായന്ന് പാഠമായി വായിച്ച സുവിശേഷ പാഠഭാഗത്തിൽ യോഹന്നാൻ 1-ാം അധ്യായം, വിശുദ്ധ യോഹന്നാൻ യേശുവിനെ അവതരിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ അവതാരത്തെക്കുറിച്ച് അദ്ദേഹം പ്രസ്താവിക്കുന്നത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, അത് ജഡം ധരിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നതാണ്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ 3 ആളത്തുകളുടെയും പ്രവർത്തനം സൃഷ്ടിയുടെ ആരംഭം മുതൽ നാം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ പറയുന്നു, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല എന്നാണ്. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം, പിതാവായ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ നാം മനസ്സിലാക്കുകയാണ്. ഉൽപ്പത്തി 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം ബാബേൽ ഗോപുരത്തിൻ്റെ ആ
ഭാഷ കലക്കി ആ ജനത്തെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവം പ്രസ്താവിക്കുന്നു, നാം ഇറങ്ങിച്ചെല്ലുക, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയുക എന്നാണ്. അപ്പോൾ അവിടെ ബഹുവചനം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെശയ്യാവ് 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ അനന്തരം ഞാൻ ആരെ അയക്കുന്നു, ആർ നമുക്ക് വേണ്ടി പോകും എന്നാണ്. അപ്പോൾ അവിടെ ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. യഹോവയായ ദൈവത്തിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏലോഹീം എന്ന പദം ബഹുവചനം ആണ് എന്നതും ഭാഷ നാം മനസ്സിലാക്കുമ്പോൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അമ്മയായ മറിയയ്ക്ക് ദൂതൻ ദർശനം നൽകുമ്പോൾ ദൂതൻ മറിയയോട് പറയുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് അവിടെ അത് ചെയ്യുകയാണ്. യേശുവിൻ്റെ സ്നാന സമയത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന പിതാവിൻ്റെ ശബ്ദം ശ്രവിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നു അവിടെ ദർശിക്കുകയാണ്. അപ്പോൾ ഈ സന്ദർഭങ്ങളെല്ലാം നാം പരിശോധിക്കുമ്പോൾ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി 3 ആളത്തുണ്ടായി വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്നു 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറിയയിൽ ജനിക്കുന്നതിന് മുമ്പേ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ദൈവത്തോടുകൂടെ ആയിരുന്ന വചനം ജഡമായി നമ്മുടെ ഇടയിൽ വന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്നാൻ അവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പം ഇങ്ങനെ ബൈബിളിലുടനീളം അനേക സന്ദർഭങ്ങൾ 3 ആവർത്തനങ്ങളായി വെളിപ്പെടുന്ന ആ ദൈവത്തിൻ്റെ ശക്തിയും പ്രവർത്തനവും ലോകത്തോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലും വ്യക്തമായി നാം മനസ്സിലാക്കുന്നു. മാത്രമല്ല യേശുക്രിസ്തു തന്നെ ഈ തൃത്വ ചിന്തയെ അല്ലെങ്കിൽ ഈ ത്രിയേക ദൈവം എന്ന ആ ആശയത്തെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നും യേശു ശിഷ്യന്മാർക്ക് ആഹ്വാനം നൽകുകയാണ്. അപ്പോൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി തീരാനായിട്ടുള്ള ആഹ്വാനം യേശു നൽകുകയാണ്. മാത്രമല്ല ഇന്നത്തേക്കുള്ള ലേഖന പാഠഭാഗത്തിൽ 2 കൊരിന്ത്യർ 13-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യം. അപ്പോൾ അതിൻ്റെ 14-ാം വാക്യത്തിൽ സഭ സ്വീകരിച്ചിരിക്കുന്ന ആശീർവാദ വാക്കുകളുടെ അടിസ്ഥാനം വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളിലൂടെ നാം അവിടെ മനസ്സിലാക്കുന്നു. പൗലോസ് അവിടെ സഭയെ ആശീർവദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്നാണ്. അപ്പോൾ അതൊന്നും സഭ വളരെ പ്രാധാന്യത്തോടുകൂടെ അംഗീകരിക്കുകയും നാം ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആരാധനയും നാം ആ ആശീർവാദം സ്വീകരിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. അതിൻ്റെ
നന്മ നാം എല്ലാവരും ഉൾക്കൊള്ളുന്നവരാണ്. അപ്പോൾ ദൈവം ത്രിയേകനാണ്. അവ എന്തുകൊണ്ട് ഈ ദൈവം ഏകനായിരിക്കാതെ ത്രിയേകനായിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം മൂന്നായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ വിഷയം നാം ചിന്തിക്കുമ്പോൾ പ്രാധാന്യമർഹിക്കുന്ന വസ്തുത. അവ പരസ്പരം ബന്ധങ്ങളുടെ സമഗ്രതയാണ് തൃത്വം നൽകുന്നത്. അല്ലെങ്കിൽ ത്രിയേക ദൈവം എന്ന ആ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പരസ്പര ബന്ധങ്ങളുടെ സമഗ്രത കർത്താവ് നമുക്ക് നൽകുകയാണ്. അതായത് സ്വയം കേന്ദ്രീകൃതമായ ജീവിത സാഹചര്യങ്ങളിൽ പാരസ്പരികതയുടെ ആവശ്യകത ആ തൃത്വം ചൂണ്ടിക്കാട്ടുകയാണ്. അവ ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയിലും തന്നിഷ്ടത്തിലും മുന്നേറുന്ന, ഇല്ലെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയും ആഡംബരങ്ങൾക്ക് വേണ്ടിയും മാത്രം ജീവിതം നയിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ആ ദൈവം നൽകുന്ന ഒരു വെല്ലുവിളിയാണ് ഈ തൃത്വം, ആ ത്രിയേക ദൈവം എന്ന ചിന്ത. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ ദൈവിക പ്രവർത്തനത്തിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒരുമിച്ചുള്ള കൂടിയാലോചനയും ഒരുമിച്ചുള്ള പ്രവർത്തനവും നാം കാണുകയാണ്. അത് നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ ഇറങ്ങി വരുന്നു. യേശു ജനിക്കുമ്പോൾ തന്നെ അത്യുന്നതൻ്റെ പ്രഭാവം അവനിൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് അമ്മയായ മറിയ നിറയപ്പെടുന്നു. അവ ഇങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ചുള്ള ആലോചനയും കൂട്ടായുള്ള പ്രവർത്തനവും ദൈവം, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിൻ്റെ സാദൃശ്യവും ദൈവം നമുക്ക് നൽകുകയാണ്. അപ്പോൾ ദൈവ സൃഷ്ടിയിലെ വൈവിധ്യവും വ്യത്യസ്തതകളും ആ സൃഷ്ടിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മഹത്വം എന്നുള്ളത് നാം എല്ലാവരും തിരിച്ചറിയുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ അനേക ഭാഷകളും അനേക ജാതികളും അനേക സംസ്കാരവും വ്യത്യസ്ത ജീവിത രീതികളും ഒക്കെ ഉൾക്കൊണ്ട വ്യത്യസ്തതകളുടെ ഒരു സമൂഹം. അപ്പോൾ അതാണ് ഭാരതത്തിൻ്റെ മനോഹാരിത, മഹത്വം. അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ പരസ്പരം കലഹിക്കാതെ കൂട്ടായിട്ടുള്ള പ്രവർത്തനവും കൂട്ടായിട്ടുള്ള ആലോചനയും പരസ്പരം എല്ലാവരെയും അംഗീകരിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഉള്ള വിശാലമായിട്ടുള്ള ഹൃദയവും ചിന്തയും ഒക്കെ ആവശ്യമാണ്. അപ്പം അതാണ് ഈ തൃത്വം, അഥവാ ഈ തൃത്വദർശനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന. മൂന്നാമത്വങ്ങളെയും കൂട്ടായിട്ടുള്ള ആലോചനയും പ്രവർത്തനവും. അപ്പം അതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഈ നീട് ഈച്ച് അതർ, അപ്പോൾ നാം പരസ്പരം നമുക്ക് എല്ലാവരെയും ആവശ്യമായിരിക്കുന്നു. നാം സമൂഹത്തിൽ ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്തുവാനായിട്ട് സാധ്യമല്ല. അല്ലെങ്കിൽ സൃഷ്ടിയിലുള്ള ഒരു വസ്തുവിനെയോ ഒരു പ്രതിഭാസത്തെയോ ഒന്നിനെയും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ, ആ രക്ഷയുടെ പ്രയാണത്തിൽ സൃഷ്ടിയിൽ സകലവും നമുക്ക് ആവശ്യമായിരിക്കുന്നു. അവ മനുഷ്യൻ പരസ്പരം സഹകരിച്ച് അംഗീകരിച്ച് ബഹുമാനിച്ച് കൂട്ടായിട്ടുള്ള ആലോചനയിലൂടെയും പ്രവർത്തനത്തിലൂടെയും മാത്രമേ
ആ ദൈവിക ലക്ഷ്യത്തിൽ എത്തുവാൻ, ആ രക്ഷയുടെ സന്തോഷം പൂർണ്ണമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് തൃത്വം നമുക്ക് നൽകുന്ന ദർശനം. ഈ തൃത്വ ദൈവത്തെ അഥവാ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലും നാം ജീവിക്കുന്ന സമൂഹത്തിലും ചുറ്റുപാടിലും നാം പ്രവർത്തിക്കുന്ന മേഖലകളിലും അത് നമുക്ക് ആഴമായ ചിന്ത നൽകുന്നതാണ്. ഒരു കുടുംബത്തിൽ തന്നെ മാതാവും പിതാവും കുഞ്ഞുങ്ങളും ചേർന്ന് പരസ്പര സ്നേഹത്തിലും ഐക്യതയിലും കൂട്ടായ്മയുടെ അനുഭവത്തിൽ കൂട്ടായ ആലോചനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ ആ കുടുംബ ജീവിതം അനുഗ്രഹകരമായി മുന്നോട്ട് നയിക്കുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ ആരെക്കാളും ചെറുതായോ വലുതായോ കാണുവാനായിട്ട് പാടില്ല എന്നതാണ്. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ നാം ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാക്കുന്ന തരത്തിൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമ്മിലുണ്ടാവുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ്. അത് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ ഈ തൃത്വദർശനം നൽകുന്ന ആ ചിന്ത കൂട്ടായ ആലോചനയുടെയും പ്രവർത്തനത്തിൻ്റെയും ജീവിതാനുഭവം നമ്മിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു സഭയിലായാലും സമൂഹത്തിലായാലും നാം പ്രവർത്തിക്കുന്ന മേഖലകളിലായാലും ആരെയും ഒഴിച്ചു നിർത്താതെ എല്ലാവരുടെയും ആലോചനയും സഹകരണവും പ്രവർത്തനമൊക്കെ നമുക്ക് ആവശ്യമാണ്. സഭയിലെ സഭാ കമ്മിറ്റികളും തിരുസഭയും പൊതുസഭയും ഒരുപക്ഷെ സംഘടനാ ഭാരവാഹികളും മറ്റെല്ലാവരും ഒരുമിച്ചുള്ള ആലോചനയും ഒരേ ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനവും ഉണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ആത്മീയമായിട്ടുള്ള ഉയർച്ച കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് സഭയെ നയിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നതിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തൃത്വ ന്യായം ആചരിക്കുമ്പോൾ ആ തൃത്വം നൽകുന്ന ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടായ ആലോചനയിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആരെയും ഒഴിച്ചു നിർത്താത്ത വിശാലമായ മനോഭാവത്തോടുകൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താനും അതിനായി പ്രവർത്തിക്കാനും ത്രിയേകതയും നമ്മെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ സന്ദേശത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ. നമുക്ക് വീണ്ടും തലങ്ങളിൽ പ്രാർത്ഥിക്കാം. സകല സൃഷ്ടിയുടെയും ഉടമസ്ഥനും ഞങ്ങളുടെ ജീവന്റെ പരിപാലനമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഈ മനോഹരമായ സമർപ്പണത്തിനായി സ്തോത്രം. ഈ ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും തിരുസ്ഥാനത്തിൽ കൂടെ വരുന്നതിനായി സ്തോത്രം. ചുരുക്കം പേരായി ദൈവാലയത്തിലിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭവനങ്ങളിലും അടുത്തവരെയുമായിരുന്നു ഈ ആരാധനയിൽ പങ്കുകൊണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രത്യേകം ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച തിരുവചന സന്ധ്യങ്ങൾക്കായി വാഴ്ത്തുന്നു. ദൈവവചനങ്ങളെ പഠിപ്പിക്കുന്ന പ്രകാരം എല്ലാ ദൈവിക പ്രവർത്തനങ്ങളും ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേകനായി വെളിപ്പെടുന്ന അനുഭവത്തെ ഞങ്ങൾ ഓർക്കുന്നു. അത് കൂട്ടായ ആലോചനയുടെയും പാരസ്പര്യതയുടെയും ദർശനം ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിലും സഭയുടെയും സാമൂഹ്യ ജീവിതത്തിൻ്റെയും അനുഭവങ്ങളെല്ലാം ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ അവിടെ സജ്ജരാകണമേ.
അതിനാവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നൽകി സ്വർഗീയ കൃപ നൽകി ഞങ്ങളെ വിലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേട്ട് നാശയോഗ്യരായി തീരാതെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ അവിടെ ഞങ്ങളുടെ ഇടയിൽ ലക്ഷ്യമാക്കിയിരിക്കുന്ന ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയിൽ വന്നുപോയ കുറവുകളെല്ലാം ക്ഷമിക്കണം. ഇതിന് ഉത്തമമായി ആരാധിക്കണമെന്നുള്ള പ്രാർത്ഥന എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിടുവിക്കപ്പെടും. സകലദിനത്തിലും തിരുസന്ധിയിൽ വന്നാൽ ആരാധിക്കുവാനുള്ള കൃപ അങ്ങ് ചെയ്യണം. രോഗാവസ്ഥകളിലും വിലക്കുന്നവരിലും വേർപാടിൻ്റെ ദുഃഖങ്ങളിലും പലവിധമായ ആവശ്യങ്ങളിലും കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോട് അനാഥരും വിധവമാരുമായി കഴിയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ നായകനായിക്കൊണ്ടിരിക്കണമേ. സ്വർഗീയകരങ്ങൾ വഹിച്ചെന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പിരിയുന്ന ക്രിയാബന്ധമായ വഴിയെടുക്കണം. തിരുസഭയുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് പുതുതായി ചുമതലയേറ്റെടുത്തിരിക്കുന്ന സഭാ കമ്മിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ ശക്തീകരിക്കണമേ. പുതിയ ദർശനത്തോടുകൂടെ തിരുസന്നിധിയിലെ ശുശ്രൂഷ അനുഗ്രഹകരമായി നിറവേറ്റുക. വേണ്ട കൃപ ഓരോ മക്കൾക്കോടും നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ക്ഷണിച്ച് അധികം നന്മകളാലും വേണ്ട യേശു ക്രിസ്തുവിനോട് അപേക്ഷിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശ്വാസത്തോടുള്ള ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് സമാധാനത്തോടെ പോകാം. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ആശ്വാസപ്രദനാം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും കർത്താവ് പ്രിയരെ നിങ്ങളെല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.